ഫയലിലേക്ക് സ്വാഗതം. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിന്റെ എത്ര ഭാഗമാണ്? ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിന്റെ എത്ര ഭാഗമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1/6. 1/6. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? പെട്രോ അൽവാരിസ് കബ്രാൾ ആണ്. പെട്രോ അൽവാരിസ് കബ്രാൾ. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. ഹിമാലയത്തിന്റെ ഏത് ഭാഗത്താണ് കരേവ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്? ഹിമാലയത്തിന്റെ ഏത് ഭാഗത്താണ് കരേവ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്? കാശ്മീർ ഹിമാലയമാണ്. കാശ്മീർ ഹിമാലയത്തിലാണ് കരേവ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്. നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതി രചിച്ചതാര്? നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതി രചിച്ചത് മൊണ്ടേസ്ക്യൂ ആണ്. മൊണ്ടേസ്ക്യൂ. വിന്ധ്യ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. വിന്ധ്യ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ: ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് വിന്ധ്യ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഒമിക്രോൺ എന്ന കൊറോണ വൈറസ് വകഭേദത്തിന്റെ പേര് ഗ്രീക്ക് അക്ഷരമാലയുടെ എത്രാമത്തെ അക്ഷരമാണ്? ഒമിക്രോൺ എന്ന കൊറോണ വൈറസ് വകഭേദത്തിന്റെ പേര് ഗ്രീക്ക് അക്ഷരമാലയുടെ എത്രാമത്തെ അക്ഷരമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 15 ആണ്. ഓപ്ഷൻ ബി 15. ഏത് അക്ഷരമാലയുടേതാണ്? ഗ്രീക്ക് അക്ഷരമാലയുടെ 15ാമത്തെ അക്ഷരമാണ്. അടുത്ത ചോദ്യം: മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത. മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത 0.81 ആണ്. 0.81 ആണ് മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത. 0.81. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്ലാസന്റയുടെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത്: ഓക്സിജനും പോഷകങ്ങളും ഭ്രൂണത്തിന് എത്തിച്ചു കൊടുക്കുക, ഭ്രൂണത്തിനെ പൊതിഞ്ഞു സംരക്ഷിക്കുക, ഭ്രൂണത്തിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും വിസർജ്യ വസ്തുക്കളും പുറന്തള്ളുക. ഇതിൽ പ്ലാസന്റയുടെ ധർമ്മങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1ഉം 3ഉമാണ്. ഓക്സിജനും പോഷകങ്ങളും ഭ്രൂണത്തിന് എത്തിച്ചു കൊടുക്കുക, ഭ്രൂണത്തിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും വിസർജ്യ വസ്തുക്കളും പുറന്തള്ളുക എന്നിവയാണ് പ്ലാസന്റയുടെ ധർമ്മങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അച്ചുതണ്ട് ശക്തികളിൽ പെടാത്ത രാജ്യം. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അച്ചുതണ്ട് ശക്തികളിൽ പെടാത്ത രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് മുഴക്കിയത് ആരാണ്? ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് മുഴക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ ജന്മസ്ഥലവും ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പൻ, കുമാരനാശാൻ, വി.ടി. ഭട്ടതിരിപ്പാട്, ചട്ടമ്പി സ്വാമികൾ എന്നിവരാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. പണ്ഡിറ്റ് കറുപ്പൻ, ചേരാനല്ലൂർ; കുമാരനാശാൻ, കായിക്കര; വി.ടി. ഭട്ടതിരിപ്പാട്, മേഴത്തൂർ; ചട്ടമ്പി സ്വാമികൾ, കണ്ണമൂല. ഒന്നുകൂടി: പണ്ഡിറ്റ് കറുപ്പൻ, ചേരാനല്ലൂർ; കുമാരനാശാൻ, കായിക്കര; വി.ടി. ഭട്ടതിരിപ്പാട്, മേഴത്തൂർ; ചട്ടമ്പി സ്വാമികൾ, കണ്ണമൂല. ഭൂമിശാസ്ത്രം എന്ന വാക്കിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നുമാണ്? ഭൂമിശാസ്ത്രം എന്ന വാക്കിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നുമാണ്?
ഗ്രീക്ക് ഭാഷയാണ്. ഗ്രീക്ക് ഭാഷ. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ഹൈവേ. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ഹൈവേ NH-47A ആണ്. NH-47A ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ഹൈവേ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? പ്രസ്താവന തന്നിരിക്കുന്നത് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേര് ദേശീയ വികസന സമിതി എന്നാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരിയാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരമായി 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് വന്ന സംവിധാനം ഏതാണ്? നീതി ആയോഗ് ആണ്. നീതി ആയോഗ്. അടുത്ത ചോദ്യം, കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തുറമുഖം ഏതാണ്? കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തുറമുഖം വിശാഖപട്ടണമാണ്. കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തുറമുഖം ഏതാണ്? വിശാഖപട്ടണം. ഏറ്റവും അധികം ആളുകൾ നഗരങ്ങളിൽ വസിക്കുന്ന സംസ്ഥാനം. ഏറ്റവും അധികം ആളുകൾ നഗരങ്ങളിൽ വസിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്. കാനഡയിലെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നത് അർദ്ധ ഫെഡറൽ സമ്പ്രദായം, നിയമനിർമ്മാണ നടപടികൾ, ശിഷ്ടാധികാരങ്ങൾ. കാനഡയിലെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്തവ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 3. അർദ്ധ ഫെഡറൽ സമ്പ്രദായം, ശിഷ്ടാധികാരങ്ങൾ എന്നിവ. അടുത്ത ചോദ്യം, നീതി ആയോഗുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? തന്നിരിക്കുന്നു. ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ധോപദേശ സമിതിയാണ് നീതി ആയോഗ്. 2015 ജനുവരി 1 നിലവിൽ വന്നു. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. നീതി ആയോഗ് എന്നത് ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ധോപദേശ സമിതിയാണ്. 2015 ജനുവരി 1 നിലവിൽ വന്നു. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ. അടുത്തത്, ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ് ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ് ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നത്? തയാമിൻ്റെതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. തയാമിൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു. സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുത്തത്. സഭ ഒരു പ്രാതിനിധ്യ വിഭാഗമാകുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. സഭയിൽ എല്ലാ മതത്തിനും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബോവ്. സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. സഭ ഒരു പ്രാതിനിധ്യ വിഭാഗമാകുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. സഭയിൽ എല്ലാ മതത്തിനും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നതും ശരിയാണ്. അടുത്തത്, എത്മോയിഡ് അസ്ഥി മനുഷ്യ ശരീരത്തിൽ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? എത്മോയിഡ് അസ്ഥി തലയോടിലാണ്. തലയോട്. എത്മോയിഡ് അസ്ഥി മനുഷ്യ ശരീരത്തിൽ ഏത് ഭാഗത്താണ്? തലയോട്. അടുത്ത ചോദ്യം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആർട്ടിക്കിൾ 226 പ്രകാരം ഒരു പൗരൻ മൗലികാവകാശം പുനഃസ്ഥാപിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു പൗരന് മൗലികാവകാശം സ്ഥാപിക്കുവാൻ സുപ്രീം കോടതിയെ സമീപിക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു പൗരന് മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉമാണ്. ആർട്ടിക്കിൾ 226 പ്രകാരം ഒരു പൗരന് മൗലികാവകാശം പുനഃസ്ഥാപിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാം.
ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു പൗരന് മൗലികാവകാശം പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കാം. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡലയാണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡല. നേത്ര ചികിത്സയിൽ ഉപയോഗിക്കുന്നത് എന്താണ്? നേത്ര ചികിത്സയിൽ ഉപയോഗിക്കുന്ന കിരണം ഏതാണ്? അൾട്രാവയലറ്റ് കിരണമാണ്. അൾട്രാവയലറ്റ് കിരണമാണ് നേത്ര ചികിത്സയിൽ ഉപയോഗിക്കുന്നത്. അൾട്രാവയലറ്റ് കിരണം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ്. പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം. പാസ്കൽ നിയമം. അടുത്ത ചോദ്യം, സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സ്വത്തവകാശവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നു. സ്വത്തവകാശം ഒരു മൗലികാവകാശമാണ്. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ആർട്ടിക്കിൾ 300A സ്വത്തവകാശവുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ എ ആണ്. ഓൺലി 3 and 2. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ആർട്ടിക്കിൾ 300A സ്വത്തവകാശവുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു. ഇന്ത്യൻ പ്രസിഡന്റിന് വീറ്റോ അധികാരമുണ്ട്. മണി ബിൽ ഒഴികെയുള്ള ബില്ലുകളിലാണ് വീറ്റോ അധികാരമുള്ളത്. പാർലമെന്റ് പാസാക്കിയ എല്ലാ ബില്ലും പ്രസിഡന്റിന്റെ അനുമതിക്കായി അയക്കാറുണ്ട്. ഇതിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓൾ ഓഫ് ദി എബവ് ആണ്. 1, 2, 3 ശരിയാണ്. അടുത്ത ചോദ്യം, മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എന്താണ്? മനുഷ്യരക്തത്തിന്റെ pH മൂല്യം 7.4 ആണ്. 7.4. കേരളത്തിൽ അലാമി കളി എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുണ്ടായിരുന്ന ജില്ല. കേരളത്തിൽ അലാമി കളി എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുണ്ടായിരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയത് ആര്? ഇന്ത്യയിൽ ആദ്യമായിട്ട് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയത് വിശ്വനാഥൻ ആനന്ദ് ആണ്. വിശ്വനാഥൻ ആനന്ദ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു. ഓംബുഡ്സ്മാൻ ഒരു ഏകാംഗ സംവിധാനമാണ്. തിരുവനന്തപുരമാണ് ഓംബുഡ്സ്മാന്റെ ആസ്ഥാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഓംബുഡ്സ്മാന്റെ പ്രവർത്തന മണ്ഡലം. ഇതിൽ കേരള സംസ്ഥാന ഓംബുഡ്സ്മാനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൾ ഓഫ് ദി എബവ്. ഓംബുഡ്സ്മാൻ ഒരു ഏകാംഗ സംവിധാനമാണ്. തിരുവനന്തപുരമാണ് ഓംബുഡ്സ്മാന്റെ ആസ്ഥാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഓംബുഡ്സ്മാന്റെ പ്രവർത്തന മണ്ഡലം. അടുത്ത ചോദ്യം, കേരള വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ സ്വീകരിക്കുന്നു. കേരള വനിതാ കമ്മീഷൻ വിവിധ സംവിധാനങ്ങളിലൂടെ നിയമസഹായം നൽകുന്നു. കമ്മീഷൻ കൗൺസിലർമാരുടെ സേവനം നൽകുന്നു. ഇതിൽ കേരള വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3. കേരള വനിതാ കമ്മീഷൻ വിവിധ സംവിധാനങ്ങളിലൂടെ നിയമസഹായം നൽകുന്നു. കമ്മീഷൻ കൗൺസിലർമാരുടെ സേവനം നൽകുന്നു. ഈ വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ സ്വീകരിക്കുന്നു എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ഒന്നുകൂടി, ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അതിറോസ്ക്ലിറോസിസ് ആണ്. അതിറോസ്ക്ലിറോസിസ്. ഓപ്ഷൻ സി.
ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയ വർഷം 1689 ആണ്. 1689. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഗ്ലേഷ്യൽ ലാൻഡ് ഫോം? തന്നിരിക്കുന്നു പാറക്കെട്ടുകൾ, വെള്ളച്ചാട്ടം, ഡ്രംലിൻസ്, ബാർച്ചൻസ്. ഇതിൽ ഗ്ലേഷ്യർ ലാൻഡ് ഫോം എന്ന് പറയുന്നത് ഡ്രംലിൻസ് ആണ്. ഓപ്ഷൻ സി 3 മാത്രം, ഡ്രംലിൻസ്. ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഇന്ത്യയുടെ ഉപദ്വീപീയ നദി ഗോദാവരി നദിയാണ്. ഗോദാവരി. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് PC മഹാലനോബിസ് ആണ്. PC മഹാലനോബിസ്. ഇന്ത്യയിൽ GSTയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ GSTയുടെ പിതാവ് അടൽ ബിഹാരി വാജ്പേയി ആണ്. അടൽ ബിഹാരി വാജ്പേയി ആണ് ഇന്ത്യൻ GSTയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ സെക്രട്ടറി ആര്? ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ സെക്രട്ടറി ശ്രീ HVR അയ്യങ്കാർ ആണ്. ശ്രീ HVR അയ്യങ്കാർ, ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ സെക്രട്ടറി ശ്രീ HVR അയ്യങ്കാർ. ഭാരതത്തിന്റെ രാഷ്ട്രപതിയായ ശ്രീമതി ദ്രൗപദി മുർമുവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏതെല്ലാം പ്രസ്താവനകൾ ശരിയാണ്? തന്നിരിക്കുന്നു, ഇന്ത്യയുടെ പ്രഥമ വനിതാ രാഷ്ട്രപതിയാണ്. ഒഡീഷയാണ് ജന്മദേശം. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപാണ് ജനനം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ദ്രൗപദി മുർമുവിന്റെ എതിർ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയായിരുന്നു. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 2, 4. ഒഡീഷയാണ് ജന്മദേശം, ശരിയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ദ്രൗപദി മുർമുവിന്റെ എതിർ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയായിരുന്നു, ശരിയാണ്. ഇന്ത്യയുടെ പ്രഥമ വനിതാ രാഷ്ട്രപതിയായിരുന്നത് ആരാണ്? പ്രതിഭ പാട്ടീൽ ആണ്. അതുപോലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ജന്മദിനം എന്ന് പറയുന്നത് 1958 ജൂൺ 20 ആണ്. 1958 ജൂൺ 20. അടുത്ത ചോദ്യം, 2023 ICC ലോക ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ മത്സരിച്ചത് ഏത് സ്റ്റേഡിയത്തിൽ വെച്ചാണ്? 2023 ICC ലോക ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ മത്സരിച്ചത് ഏത് സ്റ്റേഡിയത്തിൽ വെച്ചാണ്? ഓപ്ഷൻ സി ആണ്, ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ഓവൽ സ്റ്റേഡിയം. സൗരയൂഥത്തിൽ 2000 ജൂണിൽ കണ്ടെത്തിയ 4.5 കിലോമീറ്റർ വ്യാസമുള്ള ചിഹ്നഗ്രഹത്തിന് അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ ഏത് മലയാളി ജ്യോതിശാസ്ത്രത്തിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്? ഡോക്ടർ അശ്വിൻ ശേഖറിൻ്റെതാണ്. ഡോക്ടർ അശ്വിൻ ശേഖർ. സൗരയൂഥത്തിൽ 2000 ജൂണിൽ കണ്ടെത്തിയ 4.5 കിലോമീറ്റർ വ്യാസമുള്ള ചിഹ്നഗ്രഹത്തിന് അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ ഏത് മലയാളി ജ്യോതിശാസ്ത്രത്തിന്റെ പേരാണ് ഈയിടെ നൽകിയിരിക്കുന്നത്? ഡോക്ടർ അശ്വിൻ ശേഖറിൻ്റെതാണ്. ഡോക്ടർ അശ്വിൻ ശേഖർ. സ്ത്രീകളോടും പെൺകുട്ടികളോടും ഓൺലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഉപദ്രവങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേരള പോലീസിന്റെ ദ്രുത പ്രതികരണ സംവിധാനം അപരാജിത ഓൺലൈൻ. സ്ത്രീകളോടും പെൺകുട്ടികളോടും ഓൺലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഉപദ്രവങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേരള പോലീസിന്റെ ദ്രുത പ്രതികരണ സംവിധാനമാണ് അപരാജിത ഓൺലൈൻ. ശരിയായ പ്രസ്താവന ഏത്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. മോക്ഷപ്രദീപം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് 1888 അന്നാ ചാണ്ടി ശ്രീമതി എന്ന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരായിരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 3, 4 എന്നിവ ശരിയാണ്.
സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ, ശരിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് 1888 ശരിയാണ്. അണ്ണാ ചാണ്ടി ശ്രീമതി എന്ന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരായിരുന്നു, ശരിയാണ്. മോക്ഷപ്രദീപം രചിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മോക്ഷപ്രദീപം ആരുടെ കൃതിയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ചോദ്യം, വട്ടത്തോപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏത്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം കുറിച്യ കലാപമാണ്. കുറിച്യ കലാപം. നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ആര്? നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്. പരോക്ഷ തെരഞ്ഞെടുപ്പ് വഴി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി. പരോക്ഷ തെരഞ്ഞെടുപ്പ് വഴി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി രാജ്യസഭാംഗമാണ്. രാജ്യസഭാംഗം. ഒരു വസ്തു ദ്രവ്യത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് എന്ത് മൂലമാണ്? തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് കേശികത്വം മൂലമാണ്. കേശികത്വം. ഡിസംബർ 5 പ്രാധാന്യം എന്താണ്? ഡിസംബർ 5 പ്രാധാന്യം ലോക മണ്ണ് ദിനമാണ്. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. അവസാനത്തെ ചോദ്യം, ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്ന ജീവി ഏത്? ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്ന ജീവി പാമ്പാണ്. പാമ്പ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.